ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ എത്ര കഠിനമാണെങ്കിലും ദൈവാശ്രയത്തോടെയും വിശ്വാസത്തോടെയും ചില വാക്കുകൾ നമ്മൾ ഉച്ചരിക്കാൻ തയ്യാറായാൽ ശക്തമേറിയ ദൈവിക ഇടപെടലുകളും പ്രവർത്തികളും അവിടെ നടക്കും. വിശ്വാസത്തിൻ്റെ വലിയ ചുവടുവെപ്പുകളൊന്നും ചിലപ്പോൾ നമുക്ക് വയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഏതൊരാൾക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുക എന്നുള്ളത്. വിശ്വാസത്തിൻ്റെ വാക്കുകളുടെ ശക്തി എത്രത്തോളമാണ് എന്നുള്ളത് ഇന്ന് ഈ ഒരു ദൈവവചന സന്ദേശത്തിലൂടെ നാം ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. സംഖ്യാപുസ്തകം 13, 14 ഈ 2 അധ്യായങ്ങൾ നമ്മൾ പഠിച്ചാൽ 10 പേര് പറഞ്ഞ ദുർവർത്തമാനം, 2 പേര് പറഞ്ഞ വിശ്വാസത്തിൻ്റെ വാക്കുകൾ. ഇന്ന് ഈ ലോകത്തിൽ നമ്മൾ ഏത് സാഹചര്യം എടുത്തു നോക്കിയാലും ഭൂരിപക്ഷത്തിനാണ് ജനപിന്തുണയുള്ളത്, അല്ലെങ്കിൽ ഭൂരിപക്ഷം പേര് പറയുന്ന വാക്കുകളെയാണ് മനുഷ്യർ അംഗീകരിക്കുന്നത്. ന്യൂനപക്ഷത്തിൻ്റെ ഈ വാക്കുകൾക്കൊന്നും കാര്യമായ വിലയൊന്നുമില്ല. പക്ഷെ ദൈവത്തിൻ്റെ മുമ്പാകെ ഭൂരിപക്ഷമെന്നോ ന്യൂനപക്ഷമെന്നോ വ്യത്യാസമില്ല. അതൊരാളായാലും വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുവാൻ തയ്യാറായാൽ ആ സാഹചര്യത്തിൽ ദൈവം ആ വ്യക്തിയുടെ വാക്കുകളെ ഓർത്ത് വൻ കാര്യങ്ങളെ ദൈവം ചെയ്യും. പല സമയങ്ങളിലും നമ്മൾ പോലും അറിയാതെ നമ്മൾ അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാൻ സാധ്യതയുണ്ട്. ഇന്ന് ഇങ്ങനെ ഈ ഒരു മെസ്സേജ് നിങ്ങളുമായിട്ട് പറയുവാനായിട്ടുള്ള സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി ധാരാളം ആൾക്കാർ വിളിക്കുമ്പോൾ ഓരോരുത്തർ ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടെന്നാൽ മറ്റൊരാൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായി നമുക്ക് ഓരോരുത്തർക്കും എങ്ങനെ നമ്മൾ നേരിടുന്ന ആ ഒരു സാഹചര്യത്തെ നമുക്ക് തരണം ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത് നമ്മളൊന്ന് നോക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്കൊരു വഴിയും നമ്മുടെ മുമ്പിലില്ലെങ്കിലും വിശ്വാസത്തിൻ്റെ വാക്കുകൾ നമ്മൾ ഉരുവിടുക ദൈവാശ്രയത്തോടെ. വേദപുസ്തകത്തിൽ വായിൽ നിന്ന് പുറത്തു വരുന്ന വാക്കുകൾക്ക് വളരെ പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. ദൈവവചനം പഠിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും, ഒരു വ്യക്തിയുടെ വായിൽ നിന്ന് പുറത്തു വരുന്ന വാക്കുകൾക്ക് വളരെ ശക്തിയുണ്ട്. അത് 2-3 അർത്ഥങ്ങളിലാണ്. ഒന്ന്, നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് എന്താണുള്ളത് അതാണ് നമ്മൾ വായിലൂടെ പറയുന്നത്. 2, നമ്മുടെ വായിലൂടെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചില പ്രസ്താവനകളാണ് നമ്മൾ നടത്തുന്നത്. അതുകൊണ്ടാണല്ലോ ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിന് കീഴിൽ ഇരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നത്. വിശ്വാസത്തോടു കൂടിയുള്ള വാക്കുകളുടെ ശക്തിയെക്കുറിച്ച് നമ്മൾ അല്പസമയങ്ങൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു ദൈവവചന സന്ദേശം നമുക്ക് ബലം പകരുന്നതും നമ്മളെ മുമ്പോട്ട് നയിക്കാൻ തക്കവണ്ണം സഹായകരമായി തീരുന്നതുമാണെന്ന് വിശ്വസിക്കുകയാണ്. സംഖ്യാപുസ്തകം 13, 14 അധ്യായങ്ങളിൽ നിന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ അതിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഒരു ചെറിയൊരു ജീവിതാനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ പറയുന്ന ഈ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുന്നു എന്നുള്ളത്, ഈ നല്ല പങ്ക് ആളുകൾക്കും വിശ്വാസത്തിൻ്റെ വാക്ക് പറയാൻ പറ്റത്തില്ല എന്നുള്ളതാണ് സത്യം. അതെന്താണ് ഞാൻ അങ്ങനെ പറയുന്നത് നിങ്ങൾ ചിന്തിക്കും. അതായത് ഈ പ്രശ്നങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നു പോയവർക്കും വളർന്നു വന്നവരുടെയും ഉള്ളിൽ എപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് അവരെ നിയന്ത്രിക്കുകയും ഭരിക്കുകയും ചെയ്യുന്നത് നെഗറ്റീവ് ചിന്തകൾ. അതായത് കൂടുതൽ ആൾക്കാരും പോസിറ്റീവ് ആയിരിക്കത്തില്ല. അത് അവരുടെ ജീവിത സാഹചര്യങ്ങൾ അവരെ അങ്ങനെ രൂപപ്പെടുത്തി എടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വരുന്ന വാക്കുകൾ അവിശ്വാസത്തിൻ്റെ വാക്കുകളും നാശത്തിൻ്റെ ഒക്കെ വാക്കുകളുമായിരിക്കും കൂടുതലും അങ്ങനെ ഉള്ള ആളുകളിൽ നിന്ന് വരുന്നത് എന്നുള്ളതാണ് സത്യം. ചിലർ ജന്മനാൽ അവർ പോസിറ്റീവായിരിക്കും. ഒരുപക്ഷെ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടാണോ അതോ അവരങ്ങനെ തന്നെ ആയതുകൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാനിത് പറയാനായിട്ടുള്ള കാരണം,
ഞാൻ വിശ്വാസത്തിൽ ഇറങ്ങിയ ആരംഭകാലങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തത് ഈ ഒരു കാര്യത്തിലാണ്. എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഭയം, ഒരുപക്ഷെ എൻ്റെ ബാല്യകാലങ്ങളിൽ ഞാൻ കടന്നുപോയിട്ടുള്ള സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം. ഭയം, ദൈവസന്നിധിയിൽ ഇറങ്ങിയതിന് ശേഷം എൻ്റെ കുടുംബം നശിച്ചു പോകുമോ, രോഗം വരുമോ, കടക്കണിയിലാകുമോ, എൻ്റെ കുടുംബം തകർന്നു പോകുമോ, ഇങ്ങനെയുള്ള ഒരു ചിന്ത എപ്പോഴും എന്നെ ഭരിക്കുമായിരുന്നു. ഞാനത് മാറ്റാൻ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ പ്രാർത്ഥിച്ചാണ് ഞാൻ അത് മാറ്റിയെടുത്തത്. സ്വയമായി എനിക്ക് എന്നെ തന്നെ ഒത്തിരി പഠിപ്പിക്കേണ്ടതായിട്ട് വന്നു. ഇന്ന് ആ ഒരു കാര്യങ്ങളിൽ നിന്നൊക്കെ ഒത്തിരി മോചിതനായി പുറത്തു വരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. നമുക്കൊക്കെ അതിന് കഴിയട്ടെ. ഞാൻ കർത്താവിൻ്റെ വേലയിൽ ഇറങ്ങിയ ആരംഭകാലങ്ങളിൽ ഒരുപാട് കഷ്ടതകളിലും പ്രതിസന്ധികളിലും കടന്നുപോയിട്ടുണ്ട്. നിരന്തരമായ രോഗങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള വഴിയില്ലായ്മകൾ, ഇതിനു മുമ്പിൽ ഭാവി എന്തോ ആയി തീരും, നാളത്തെ കാര്യം എന്തോ ആയി തീരും, കുഞ്ഞുങ്ങളുടെ കാര്യം എന്തോ ആയി തീരുമെന്ന് ഒത്തിരി ചിന്തിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്. അന്ന് എന്നെ ഏറ്റവും കൂടുതൽ ബലപ്പെടുത്തിയത് ഇന്ന് എന്നോടൊപ്പമുള്ള, അല്ലെങ്കിൽ ഞങ്ങളുടെ ആത്മീക കൂട്ടായ്മയുടെ ഒരു ഭാഗമായിരിക്കുന്ന അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരു അച്ചായനുണ്ട്. അദ്ദേഹത്തിന് ഇന്ന് 68-70 വയസ്സോളം പ്രായമാണ്. അദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ എന്നെ ഒത്തിരി ബലപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം വിവാഹം കഴിച്ച ആദ്യ നാളുകളിൽ ഒരു ചെറിയ ഒരു എരുത്തിലിൻ്റെ അതിൻ്റെ ഒരു സൈഡിലാണ് അദ്ദേഹം കിടന്നത്. അപ്പം രാത്രി കാലങ്ങളിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ നാളത്തെ കാര്യം, കാരണം അവർക്ക് സ്വന്തമായിട്ട് സ്ഥലമില്ല, വീടില്ല, ഒന്നുമില്ല, എന്തോ ആയി തീരുമെന്ന് പരസ്പരം അവർ വിഷമിച്ച് ഭാരപ്പെട്ട് ഇങ്ങനെ കിടന്നിട്ട് ഈ അച്ചായന് എപ്പോഴും ഈ അമ്മാമ്മയോട് പറയുമായിരുന്നു, ദൈവം നമുക്ക് വേണ്ടി കരുതും, ദൈവം നമുക്ക് വേണ്ടി കരുതും, ദൈവം നമുക്ക് വേണ്ടി കരുതും. അദ്ദേഹം അതെപ്പോഴും പ്രസംഗിക്കുന്നിടത്തും പറയുന്നിടത്തും എല്ലാം ആ പണ്ടത്തെ ആ ജീവിതാനുഭവം ഉദ്ധരിച്ച് പറയാറുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഇങ്ങനെ പറഞ്ഞ് സംഭവിച്ചത് ദൈവം കരുതി, ദൈവം നടത്തി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സംഖ്യാപുസ്തകം 13-14 ഭാഗത്തിലേക്ക് പോകുമ്പോൾ 2 പേരുടെ വിശ്വാസത്തിൻ്റെ വാക്കുകൾ, അവർ വലിയ കാര്യങ്ങളൊന്നുമല്ല അവർ പറഞ്ഞത്. അവർ പറഞ്ഞ എന്താണെന്ന് ഞാൻ പറയാം. 10 പേരുടെ ദുർവർത്തമാനം. എന്താണ് ആ ഭാഗം എന്നുള്ളത് വളരെ വേഗം നമ്മളൊന്ന് ശ്രദ്ധിക്കുവാനായിട്ട് പോവുകയാണ്. ഇസ്രായേൽ ജനത്തെ ദൈവം വിളിച്ചിറക്കിയത് വാഗ്ദത്ത കനാനിലേക്ക് പോകാനായിട്ടാണ്. ആ കനാലിലെത്തുന്നതിന് മുമ്പ് അവർ പാറാൻ മരുഭൂമിയിൽ കാദേശിൽ പാർക്കുമ്പോൾ യഹോവയാൻ ദൈവം മോശയോട് പറഞ്ഞു, 12 ഗോത്രങ്ങളിൽ നിന്ന് 12 പ്രഭുക്കന്മാരെ തിരഞ്ഞെടുക്കുക. എന്നിട്ട് അവരെ ഞാൻ കൊടുക്കുവാനിരിക്കുന്ന ദേശം ഒറ്റുനോക്കാനായിട്ട് വിടുക. അങ്ങനെ ദൈവം കൽപ്പിച്ചതനുസരിച്ച് 12 ലീഡേഴ്സിനെ, 12 ഗോത്രങ്ങളിലെ നേതാക്കന്മാരെ തിരഞ്ഞെടുത്ത് അവരെ പറഞ്ഞയക്കുകയാണ്. അവരിങ്ങനെ യാത്ര ചെയ്ത് എസ്കോൽ എന്ന് പറയുന്ന താഴ്വരയിലേക്കൊക്കെ ചെല്ലുന്നു. അവിടുന്ന് മനോഹരമായ ഫലങ്ങൾ, മാതള, പഴവും മുന്തിരിയും ഒക്കെ ശേഖരിച്ച് 40ഓളം ദിവസങ്ങൾ ആ നാടെല്ലാം ചുറ്റി യാത്ര ചെയ്ത് ആ നാടിനെക്കുറിച്ചും അവിടെയുള്ള ആളുകളെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കി അവർ തിരിച്ച് മോശയുടെയും കൂടെയുള്ള ആളുകളുടെയും അരികിലെത്തി. എന്നിട്ട് അവർ കൊടുക്കുന്ന റിപ്പോർട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത്. ഇവർ പറഞ്ഞ കാര്യങ്ങൾ സത്യസന്ധമായ കാര്യങ്ങളാണ്. മല്ലന്മാരെ ഞങ്ങൾ കണ്ടു, വലിയ ആളുകളെ ഞങ്ങൾ കണ്ടു, ഒത്തിരി കാര്യങ്ങളെല്ലാം പറയുകയാണ്. പക്ഷേ 10 പേര് ദുർവർത്തമാനം പറഞ്ഞു എന്നാണ്. അതായത് അവർ പറഞ്ഞത്, നമുക്കൊരിക്കലും ആ ദേശം കൈവശമാക്കാൻ പറ്റില്ല, നമ്മളെ കൊണ്ടത് പറ്റത്തില്ല, കാരണം അവരുടെ മുമ്പിൽ നമ്മൾ വെട്ടിക്കിളികളെ പോലെയാണ്. പക്ഷെ 2 പേര് പറഞ്ഞ വാക്കുകൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഈ 2 പേര് പറയുന്നത് എന്താണെന്നറിയാമോ? യഹോവ നമ്മിൽ പ്രസാദിച്ചിരുന്നാൽ നമുക്ക് ആ ദേശം കിട്ടും, നമുക്കവരെ കീഴടക്കാൻ പറ്റും. സത്യത്തിൽ എന്താ സംഭവിച്ചത്? ഞാനതാണ് കുറച്ച് മുമ്പ് പറഞ്ഞത്, വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് എടുക്കാൻ എല്ലാവർക്കും കഴിഞ്ഞു എന്ന് പറ്റില്ല. പക്ഷെ വിശ്വാസത്തിൻ്റെ വാക്കുകൾ നമുക്ക് പറയാനായിട്ട് പറ്റും. ദൈവം നടത്തും, ദൈവം സഹായിക്കും. ഒന്നും കണ്ടിട്ടില്ലെങ്കിലും വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ അതാണല്ലോ, ഒന്നും കാണാതെ ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ സ്നേഹത്തോടെ ഞാൻ പറയാം, ദൈവം ഒരാളെ നടത്തുന്ന വഴികൾ അസാധാരണമായ വഴികളാണ്. ഈ നാളുകളിലൊക്കെ ആ ദൈവത്തിൻ്റെ കരുതൽ അനുഭവിക്കുന്നത് കൊണ്ടും എന്നോട് ചേർന്ന് നിൽക്കുന്ന പലരുടെ ജീവിതത്തിൽ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ
അവരെ ദൈവം നടത്തുന്നതിനെക്കുറിച്ച് മനസ്സിലാക്കി ഞാൻ പറയാം. നമ്മൾ ചിന്തിക്കുന്ന ഒരു രീതിയിലേ അല്ല ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി കരുതുന്നത്. പക്ഷെ അത് തുറക്കപ്പെടണമെങ്കിൽ ഏറ്റവും പ്രാഥമികമായി വിശ്വാസത്തിൻ്റെ വാക്കുകളെങ്കിലും പറയണം. ചിലർ ഫുൾ ടൈം നെഗറ്റീവായിട്ടേ സംസാരിക്കത്തുള്ളൂ. എല്ലാം നശിച്ചു, എല്ലാം പോവുക. ഈ 10 പേരും അങ്ങനെയാണ് പറഞ്ഞത്. ഈ നമുക്കുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്താ? നമ്മൾ ഭൂരിപക്ഷത്തിൻ്റെ വാക്കുകളുടെ പിന്നാലെ പോകുന്നവരാണില്ലേ. ഒരു 5 പേര് പറയുക ഓ നടക്കത്തില്ല, അപ്പം നമ്മൾ പറഞ്ഞു ആ നടക്കത്തില്ല. പക്ഷേ 2 പേര് പറഞ്ഞു ദൈവം നമ്മിൽ പ്രസാദിച്ചാൽ നമുക്ക് ആ ദേശം കിട്ടും എന്നുള്ളതാണ്. നോക്കുക, ഇവർക്ക് ശക്തി ഉണ്ടായിട്ടല്ല. സത്യത്തിൽ ഞാൻ ഈ 12 പേര് പോയതുമായിട്ട് ബന്ധപ്പെട്ട് അന്നത്തെ ആ ഒരു സിറ്റുവേഷൻ ഇവാലുവേറ്റ് ചെയ്ത് ഞാൻ പറയാം. 10 പേര് പറഞ്ഞത് എക്സാക്ട്ലി റൈറ്റ്, കറക്റ്റായ കാര്യം അവർ പറഞ്ഞത്. കാരണം ഉയരമുള്ള മനുഷ്യർ, ഇരുമ്പ് രഥങ്ങളുള്ളവർ, കനാന്യർ, അങ്ങനെയൊക്കെയുള്ള ആളുകളാണ് അവിടെ താമസിക്കുന്നത്. പക്ഷേ ഇത് നമ്മുടെ വിശ്വാസത്തെ ബാധിക്കാനായിട്ട് പാടില്ല. ദൈവത്തിന് സ്തോത്രം. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിലുമൊക്കെ നമ്മൾ എന്താ കാണുന്നത്? നീ വീട്ടിൽ നടക്കുമ്പോൾ നിൻ്റെ മക്കളോട് നിൻ്റെ ദൈവത്തെക്കുറിച്ച് ഉപദേശിക്കണം. കിടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, നടക്കുമ്പോൾ നീ ദൈവത്തെക്കുറിച്ച് അവരോട് പറയണം. നമ്മളിത് ചെയ്യാറുണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയും. പക്ഷേ നമ്മളൊരു ആത്മീക രഹസ്യം മനസ്സിലാക്കണം. നമ്മൾ പറയുന്ന വാക്കുകൾക്ക് വളരെ ശക്തിയുണ്ട് എന്നുള്ളതാണ്. അവിശ്വാസത്തിൻ്റെ വാക്കുകൾക്ക് മറ്റുള്ളവരെ വിശ്വാസത്തിൽ ക്ഷീണിപ്പിക്കുവാനും അവരെ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോകുവാനുമായിട്ടും കഴിയുമെന്നുള്ളത് നമ്മൾ മറക്കരുത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2 പേരുടെ വിശ്വാസത്തിൻ്റെ വാക്കുകളേക്കാൾ 10 പേരുടെ അവിശ്വാസത്തിൻ്റെ വാക്കുകളാണ് 30 ലക്ഷത്തോളം വരുന്ന ഈ ജനതയെ സ്വാധീനിച്ചത്. ശ്രദ്ധിച്ച് കേൾക്കുക. അവിശ്വാസം എത്ര മാരകമായ രോഗം പോലെ ആ വാക്കുകൾ പടരുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം 14-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് ആ ജനം, ആ സഭ രാത്രി മുഴുവനും കരഞ്ഞു. യഹോവ കേട്ടെന്നൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മൾ ചിന്തിക്കും ഈ എല്ലാ കരച്ചിലും സത്യസന്ധമായ കരച്ചിലാണോ? ഗതികെട്ട ചില കരച്ചിലുകളുണ്ട്, നിരാശയുടെ ചില കരച്ചിലുകളുണ്ട്. അവസാനം അവിടെ കൊണ്ട് തീരുന്നില്ല. ഈ ദുർവർത്തമാനം സംഭവിച്ചെന്താ? അവർ പറയുക നമുക്കൊരു തലവനെ നിശ്ചയിക്കാം, മിസ്രൈമിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം. അതായത് കണ്ടോ, ചില വാക്കുകൾ, ഈ എന്താ പറയുന്നത്, വാക്കുകൾ വരുത്തി വെച്ച സ്വാധീനം കണ്ടോ. അവിശ്വാസത്തിൻ്റെ വാക്കുകളുടെ ശക്തി ചില സമയങ്ങളിൽ വിശ്വാസത്തിൻ്റെ വാക്കുകളെ മറികടക്കുന്നതായിരിക്കും. അത് നമ്മൾ നിർബന്ധമായും നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. പ്രവാചകനായ മലാക്കിയുടെ പുസ്തകത്തിൽ നിങ്ങളുടെ വാക്കുകൾ എൻ്റെ നേരെ കഠിനമായിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നതാണ്. എന്താ കഠിനം? യഹോവയ്ക്ക് സേവ ചെയ്തതുകൊണ്ട് എന്താ ഗുണം? അവൻ്റെ മുമ്പാകെ നീതിമാനായി നടന്നതുകൊണ്ട് എന്താ ഗുണം? ദുഷ്ടന്മാർക്ക് നല്ലതാ വരുന്നേ, നീതിമാന്മാരെല്ലാം നശിക്കുക. ഈ വാക്കുകൾ ദൈവത്തെ വേദനപ്പെടുത്തി, ദൈവത്തെ മുറിപ്പെടുത്തി. പ്രിയരെ, വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാൻ നമ്മൾ തയ്യാറാകുക. ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യം ഏതാണെങ്കിലും ദൈവം നടത്തും, ദൈവം അനുഗ്രഹിക്കും, ദൈവം നമുക്കത് തരും. ദൈവത്തിന് നമ്മളോട് കരുണയുണ്ടെങ്കിൽ ദൈവം അസാധ്യമായ കാര്യങ്ങളെ ദൈവം സാധ്യമാക്കും. ദൈവം നമുക്ക് വേണ്ടി വഴി തുറക്കും. വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തനാണ്. ഈ വാക്കുകൾ നിരന്തരമായി പറയാൻ നമ്മൾ തയ്യാറാകുക. ഞാൻ കുറച്ചു മുമ്പ് അതാണ് പറഞ്ഞത്. വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് എല്ലാവർക്കും വെക്കാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ വിശ്വാസത്തോടു കൂടിയുള്ള വാക്കുകൾ നമുക്ക് ഉരുവിടാനായിട്ട് പറ്റും. വളരെ ശക്തമായി ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഒട്ടനവധി ആളുകളെ നമ്മൾ എടുത്തുകൊള്ളുക. ദൈവദാസന്മാരായിക്കൊള്ളട്ടെ, ദൈവമക്കളാകട്ടെ, അവരെയൊക്കെ നമ്മൾ എടുത്തുകൊള്ളുക. അവരുടെ വാക്കുകൾ കൂടുതലും ദൈവാശ്രയത്തോടുകൂടെയുള്ള പോസിറ്റീവ് വാക്കുകളായിരിക്കും. നെഗറ്റീവായ വാക്കുകൾ സ്ഥിരമായി പറയുന്ന ആളുകളുണ്ടാകും.
അങ്ങനെയുള്ളവരെ പരമാവധി അങ്ങ് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഞാൻ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക്, ഞാൻ പോകുന്നിടത്തും ശുശ്രൂഷിക്കുന്നിടത്തും പരിശുദ്ധാത്മാവ് എനിക്ക് പ്രേരണ തന്നെങ്കിൽ മാത്രമേ ഞാൻ ഈ പ്രസംഗത്തിൽ അല്ലെങ്കിൽ ദൈവവചനത്തിൽ കുത്താറുള്ളെന്നല്ല, ആ പദം ശരിയല്ല, ഞാൻ അങ്ങനെ പ്രസംഗിക്കാറുള്ളൂ. ചിലർ ഈ സ്ഥിരമായി കുത്തുന്നവരുണ്ട്, സ്ഥിരമായി വെട്ടുന്നവരുണ്ട്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അവരുടെ മൈൻഡ് അതാണ്, അവരുടെ മനസ്സിൻ്റെ അകത്തുനിന്ന് വരുന്ന കാര്യങ്ങൾ അതാണ്. എന്താ പറയുന്നത്, കലങ്ങി മറിഞ്ഞ കുളം പോലെയാണ്, വിഷമാണ് ഹൃദയത്തിൻ്റെ അകം മുഴുവനും. ആരോടൊക്കെയോ ഉള്ള അമർഷവും അതൃപ്തിയും സമാധാനമില്ലായ്മയും മുറിവുകളും ഇതെല്ലാം വാക്കുകളിലൂടെ പുറത്തേക്ക് വന്ന് മറ്റുള്ളവരെ ബലപ്പെടുത്തുന്നതിന് പകരം മറ്റുള്ളവരെ നിരാശപ്പെടുത്തുന്നതും മറ്റുള്ളവരെ ഇടിച്ചു കളയുന്നതും ഒക്കെയായിട്ടാണ് നമ്മൾ കാണുന്നത്. പ്രിയരെ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇനിയും ഒന്നുകൂടെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് ഈ ഒരു സന്ദേശം നമ്മൾ അവസാനിപ്പിക്കുവാനായിട്ട് പോവുകയാണ്. 2 പേർ, ആരൊക്കെയായിരുന്നു ഈ 2 പേർ? നൂൻ്റെ മകൻ യോശുവയും യെഫുന്നെയുടെ മകൻ കാലേബും. ഈ 2 പേർ, ഈ 2 പേർക്ക് മാത്രമേ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കാനായിട്ട് പറ്റിയുള്ളൂ. മറ്റുള്ളവരെല്ലാം എന്തു പറ്റി? മരുഭൂമിയിൽ അവർ നിലത്തിന് വളമായി തീർന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ അകലിച്ച ആ സമൂഹം അറിഞ്ഞു. ദൈവം പറയുകയാണ്, ഞാൻ ഇനി കൂടെ നടക്കത്തില്ല, എങ്കിൽ എൻ്റെ അകലിച്ച അവരെ അറിയും എന്നുള്ളതാണ്. പക്ഷേ ഈ 2 പേരോ, ഈ 2 പേർ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ അവകാശമാക്കുവാൻ തക്കവണ്ണം അവർക്ക് കഴിഞ്ഞു. ഈ അടുത്തത്, എനിക്ക് തോന്നുന്നു ദൈവത്തെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് അവരുടെ ചില വാക്കുകളാണ്. എന്താണെന്നറിയാമോ? നമ്മൾ മാത്രമല്ല, നമ്മുടെ ഭാര്യമാരും നമ്മുടെ കുഞ്ഞുങ്ങളും കൊള്ളയായി പോകും. ദൈവത്തിന് എന്ത് വേദനയുണ്ടാവും എന്ന് ചിന്തിച്ചേ. ദൈവം വിളിച്ചിറക്കി മന്ന കൊടുത്ത്, വെള്ളം കൊടുത്ത്, കാലിൻ്റെ ചെരുപ്പ് തേഞ്ഞു പോകാതെ, വസ്ത്രം പഴകാതെ ഭയങ്കരമായി മരുഭൂമിയിലൂടെ നടത്തിക്കൊണ്ടുവന്ന് ഏറ്റവും ഒടുവിൽ പറയുക, നമ്മുടെ ഭാര്യമാർ പോകും, നമ്മുടെ മക്കൾ നശിച്ചു പോകും. സത്യത്തിൽ നമ്മൾക്ക് പൊറുക്കാൻ പറ്റുമോ? ദൈവം ഇത് കേട്ടു, ദൈവത്തിന് വേദനയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. മോശയോടും മറ്റുള്ളവരോടും ദൈവം സംസാരിക്കാനായിട്ട് തുടങ്ങി. ഈ ദുഷ്ടതലമുറയെന്ന് അവരെ വിളിച്ചത്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകി തന്ന അനുഗ്രഹങ്ങളെയും നന്മകളെയും നമ്മൾ ചിലപ്പോഴെങ്കിലും ഒന്ന് ഓർക്കുന്നത് ഏറ്റവും നല്ലതാണ്. നമുക്കതൊന്ന് ഓർക്കാനായിട്ട് കഴിയണം. ഞാൻ സാധാരണ പറയുന്നത് പോലെ കിട്ടാത്തതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിരിക്കാതെ കിട്ടിയതിനെക്കുറിച്ച് ഓർത്ത് ദൈവസന്നിധിയിൽ നന്ദി പറയാനായിട്ട് നമ്മൾ തയ്യാറാകുക. ഇന്ന് നമ്മളായിരിക്കുന്നത് മരുഭൂമിയിലായിരിക്കാം, ചെങ്കടലിൻ്റെ കരയായിരിക്കാം, യോർദാൻ്റെ കരയായിരിക്കാം, വെള്ളമില്ലാത്ത സ്ഥലമായിരിക്കാം, സാഹചര്യങ്ങളൊന്നും നമ്മുടെ മുമ്പിലില്ലാത്ത സമയങ്ങളായിരിക്കാം. പക്ഷേ നമ്മോട് കൂടെയുള്ളവൻ, നമ്മുടെ കഴിവല്ല, നമ്മോട് കൂടെയുള്ളവൻ, നമ്മളെ വിളിച്ചിറക്കിയ ദൈവം, ആ ദൈവം വിശ്വസ്തനാണ്. ആ ദൈവം നമ്മളെ നടത്താൻ പ്രാപ്തനാണ്. നമ്മളെ കൊണ്ടുവന്ന് കൊല്ലാനല്ല വിളിച്ചിതുവരെ കൊണ്ടുവന്ന് ഇവിടെ വരെ നടത്തിയത്. കൂടെയുള്ളത് ആരാണെന്നുള്ള ബോധ്യമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള വാക്കുകൾ പുറത്തു വരുന്നത്. കൂടെ ആരാണ് ഉള്ളത് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ വരണം. ദൈവത്തിന് സ്തോത്രം. ഈ കാലേബിനും യോശുവായ്ക്കും ഒക്കെ ഉണ്ടായ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, അവർ ഈ അനാക്യമല്ലന്മാരെയും ഉയർന്ന പട്ടണങ്ങളെയും ഒക്കെ അവർ കണ്ടെങ്കിലും അതിനപ്പുറത്ത് അവർ കണ്ടത് വിളിച്ചിറക്കിയ ദൈവത്തെയാണ്. ഈ ലോകത്തിലെ പലതിലേക്ക് നമ്മൾ നോക്കിയാൽ നമ്മുടെ വിശ്വാസം ക്ഷീണിച്ചു പോകും, നമ്മൾ നിരാശപ്പെട്ടു പോകും. പക്ഷെ ദൈവത്തെ നമ്മൾ മനസ്സിലാക്കുക. ഇതുവരെ നടത്തിയ ആ ദൈവം ഇനിയും നടത്താൻ ശക്തനാണെന്ന് വിശ്വസിക്കുക. അബ്രഹാമിനെക്കുറിച്ച് റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് എന്താ? അവിശ്വാസത്താൽ ക്ഷീണിച്ചു പോകാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെന്നുറച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തു. മഹത്വം കൊടുക്കുന്നത് എങ്ങനെയാ? പ്രവൃത്തികളിലൂടെ. ഒന്നും കാണാത്ത സാഹചര്യത്തിൽ ആയിരിക്കുന്നുവെങ്കിലും വിശ്വാസത്തോടെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകുക. 2 കാര്യങ്ങൾ, ദുർവർത്തമാനവും വിശ്വാസത്തിൻ്റെ വാക്കുകളും. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഉരുവിടാം. ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് ഇവിടെ നിന്ന് നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ
ആ മല പോലും നീങ്ങിപ്പോകും എന്നുള്ളതാണ്. അതെ, വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാം, ദൈവാശ്രയത്തോടെ മുമ്പോട്ട് പോകാം. ഇന്ന് നേരിടുന്ന പ്രതിസന്ധികളുടെ മുമ്പിൽ അതൊന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് കഴിയുമോ? തീർച്ചയായിട്ടും അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. കർത്താവിനോട് കൂടെ നടന്ന് വിജയകരമായ ഒരു ജീവിതം നയിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.